മദ്ഹബിന്റെ ഇമാമിയങ്ങളും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടി എന്നതിന് തെളിവായി ഉദ്ധരിച്ച അടുത്ത കിതാബ് അൽ മദ്ഖലായിരുന്നു. ആ അൽ മദ്ഖലിലൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടി തന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെപ്പറ്റി മിണ്ടുന്നില്ല, പറഞ്ഞോളണം മറുപടി. ഇമാം മാലിക്കി മദ്ഹബിലെ മദ്ഖലിലുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണം. മാലിക്കി ഇമാമിന്റെ മദ്ഹബായ മദ്ഖലിൽ മാലിക്കി ഇമാമിന്റെ ഒരു ഉദ്ധരണി ഉപരിക്ക് കിട്ടിയില്ല, ഇല്ലല്ലോ. അപ്പൊ ചാടി കുറെ കഴിഞ്ഞിട്ട് ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖൽ, നിങ്ങൾ കൊണ്ടുവന്ന ആയുധം കൊണ്ട് തിരിച്ചു ചോദിക്കട്ടെ, ആ മദ്ഖലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ആ പറഞ്ഞ ആശയങ്ങളൊന്നും ഇസ്ലാമിൽ നിങ്ങൾ തന്നെ പറഞ്ഞ മാനദണ്ഡമായ അൽ ഇസ്നാദു മിനദ്ദീൻ കൊണ്ട് അതിൽ പറഞ്ഞ വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ടതല്ല കേട്ടോ. അതിനാൽ ഞങ്ങളത് തള്ളുന്നു. ചോദിക്കട്ടെ, അങ്ങനെ തള്ളുക? ഇമാം ഇബ്നുൽ ഹാജ് അൽ മദ്ഖലിൽ നുണ എഴുതിയതാണോ, കുഫർ പ്രചരിപ്പിച്ചതാണോ, ശിർക്ക് പ്രചരിപ്പിച്ചതാണോ എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആധികാരികമായി നിരത്തിയ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലി എന്ന കിതാബിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ സ്വീകരിക്കുമോ? ആ കിതാബിൽ തന്നെ പറയുന്നത് ഖബറിൽ ഖുർആനോത്ത് ബിദ്അത്താണെന്നാണ്. നിങ്ങൾ സ്വീകരിക്കോ? ഖബറും പുറത്ത് ഖുർആനോതുന്ന ബിദ്അത്താണ്, മരിച്ചത് വിളിച്ചു പറയൽ ബിദ്അത്താണ്, നിയ്യത്ത് ഉറക്കെ പറയൽ ബിദ്അത്താണ്, പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നടത്താൻ പാടില്ല, ജനാസ പള്ളിന്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല, പുറത്ത് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ വായിച്ച അൽ മദ്ഖലിൽ നിന്നാ പറയുന്നത്, നിങ്ങൾ ഉദ്ധരിക്കണം, നിങ്ങൾ പറയണം. അതുപോലെ തന്നെ മൗലിദാഘോഷമില്ലേ, നിങ്ങൾ വാദിക്കുന്ന മൗലിദാഘോഷം ഏത്? 2 പെരുന്നാളുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷം മൗലിദാഘോഷമാണെന്ന് നിങ്ങൾ പറയാറില്ലേ? നബിദിനാഘോഷമാണെന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ നബിദിനമാണെന്ന് പറയാറില്ലേ? അതും ബിദ്അത്തായ സംഗതിയാണെന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വലിയ കാര്യമായി നിവർത്തി വായിച്ച അൽ മദ്ഖലില്ലേ, അതുകൊണ്ട് ആ അൽ മദ്ഖലിന്റെ കോലമാണ് കേട്ടത്. അപ്പൊ നിങ്ങൾക്കതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ എന്താണോ ന്യായം? അതേ മാനദണ്ഡം കൊണ്ടാണ് നിങ്ങൾ വായിച്ചതും ഞങ്ങൾ തള്ളിക്കളയുന്നത്. മൂന്നാമത് നിങ്ങൾ ഉദ്ധരിച്ചത് ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ നിന്നായിരുന്നു.